കേരളത്തിൻ്റെ സ്വന്തം നെല്ലറയായ പാലക്കാട് വരെ ഒന്ന് പോയിട്ടുണ്ടായി. എവിടെ നിന്ന് രാവിലെ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ച് ഒന്ന് ഗൂഗിൾ മാപ്പിൽ കയറി നോക്കി. അങ്ങനെയാണ് ഹരിഹരപുത്ര എന്ന് പറഞ്ഞ ഒരു കട കണ്ടത്. അങ്ങനെ ഗൂഗിൾ ആൻറ്റി കാണിച്ചു തന്ന വഴി നോക്കി നമ്മൾ ആ കടയിൽ എത്തിച്ചേർന്ന്. കഴിക്കാനായിട്ട് അവിടുത്തെ അലമാരിയിൽ നോക്കിയിട്ട് ഉണ്ണിയപ്പമല്ല, ഇവിടെ അത് നെയ്യപ്പം ഉണ്ടോ, അതുകൂടാതെ ഒരു കോഴിക്കട്ടയും പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കോഴിക്കട്ട പോലെയല്ല, ഇവിടുത്തെ കോഴിക്കട്ട കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ കോഴിക്കട്ടയിൽ ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വിളയിച്ച് വെച്ചാണ് തയ്യാറാക്കണേ. പക്ഷെ ഇവിടുത്തെ കോഴിക്കട്ട കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഒരു കോഴിക്കട്ടയോടൊപ്പം കഴിക്കാനായിട്ട് അവർ സാമ്പാറും ചട്നിയാണ് സൈഡായിട്ട് തന്നത്. ഇനി ഒരു ഐറ്റം കൂടിയുണ്ട്, അവിടുത്തെ ഇലട. അതും ഒറ്റ മടക്കൊന്നല്ല കേട്ടോ, ഒരു 3-4 മടക്കുണ്ട്. നടുക്കിലത്തേലാണ് മെയിനായിട്ട് അട നിറച്ചേണതും അതിൻ്റെ ശർക്കരയുള്ള ഫില്ലിങ്ങൊക്കെ. ബാക്കി സൈഡ് ഇങ്ങനെ പൊതിഞ്ഞെടുത്തേണമെന്നുള്ളൂ. പക്ഷെ ആ ഭാഗത്ത് ഫില്ലിങ് ഇല്ലാത്ത രീതിയിലുള്ള ഈ ഒരു അടയുണ്ടല്ലോ, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വിളയിച്ചെടുത്തേണ ശർക്കരയുള്ള ആ ഒരു അട കഴിക്കാനും നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയത് അവിടുത്തെ ആ ഒരു കോഴിക്കട്ടയാണ്. ഞാനിതുവരെ കാണാത്തയും കഴിക്കാത്തയും പോലത്തെ ഒരു ഐറ്റം. അതുപോലെ തന്നെ ആ നെയ്യപ്പത്തിൻ്റെയും ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്, നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു കേസരി വാങ്ങിച്ചു. ഇത് ഞാൻ മൊത്തം കഴിച്ചില്ല, നല്ല മധുരമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നെയ്യുടെ രുചിയും കയറിയും കണ്ടായി. മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മട്ടി പോകുന്നറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്തു. പിന്നെയാണ് ഞാൻ അറിഞ്ഞ അതായിരുന്നില്ല മെയിൻ ഹരിഹരപുത്ര. ദേ ഈ കാണുന്നതാണ്. പാലക്കാട് ഗാന്ധി ബസാർ റോഡിലാണ് ഈ ഒരു ഹരിഹരപുത്ര വരുന്നത്. 2 ഷോപ്പായാലും ഒരേ ആൾക്കാരുടെ തന്നെയാണെന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി മധുര പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചതൊക്കെ കാണാം. അത്യാവശ്യം ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സ്പേസും ഉണ്ട്. ഞങ്ങളപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തു. ഓരോന്ന് വീതം സേവയും അതോടൊപ്പം തന്നെ പൂരിയാണ് പറഞ്ഞത്. ഈ ഒരു സേവ പാലക്കാടിൻ്റെ ഒരു മെയിൻ ഐറ്റാണ്. ഒത്തിരി കടകളുടെ മുമ്പ് സേവയുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചേണേ കാണാം. ഞാനപ്പോൾ സേവ ആദ്യമായിട്ട് കഴിക്കുന്ന സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ നൂലപ്പൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഐറ്റം. അതിനൊപ്പമായിട്ട് അവർ സാമ്പാറും ചട്നിയും തന്നിട്ടുണ്ട്. ഞാനപ്പോൾ ആദ്യം തന്നെ ആ ചട്നി കുറച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാറുണ്ടല്ലോ അതുകൂടെ കുറച്ച് ഒഴിച്ചു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. സംഭവം നമ്മുടെ ഇടിയപ്പം നൂലപ്പൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെയാണ്, പിന്നെ ഒന്ന് താളിച്ചിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റാണ് എനിക്കത് കഴിച്ചപ്പോൾ തോന്നിയത്. പിന്നെ ആദ്യമായിട്ട് കഴിക്കണോണ്ട് അതിൻ്റെ ഒരു വെറൈറ്റി എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു പൂരി മസാലയാണ്. ഒരു സെറ്റിൽ 2 എണ്ണം വീതമാണ് ഉണ്ടാവുക. അതിൻ്റെ ഒപ്പം ആ ഒരു കിഴങ്ങ് കറിയും കൂടിയാണ് അവർ തരണത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പൂരിയും കറിയായിരുന്നു അത്. ഞാൻ ശരിക്കും ഭട്ടൂര കഴിക്കാനാണ് വിചാരിച്ചത്, അതവിടെ ഉണ്ടായില്ലെന്ന്. സംഭവം ഞങ്ങൾ എത്തിയപ്പോഴേക്കും കഴിഞ്ഞു പോയായിരുന്നു. ഞാനപ്പോൾ ഒരു കഷ്ണം പൂരി എടുത്തിട്ട് ആ കിഴങ്ങ് കറിയിൽ ഒന്ന് മുക്കി കഴിച്ചു. എനിക്കത് വലിയ തെറ്റില്ല എന്നേ തോന്നിയുള്ളൂ. ഒത്തിരി അങ്ങനെ എടുത്തു പറയത്തക്ക രുചിയല്ല കേട്ടോ. പിന്നെ ആ ഒരു കടയിൽ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിട്ടോ. ഞാൻ കഴിച്ചില്ല, അവിടെ അവർ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അവസാനം പിന്നെ നല്ല ചൂടോടെയുള്ള ഒരു കോഫിയോടെ കുടിച്ച് ഞങ്ങൾ ഹരിഹരപുത്രയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പാലക്കാടിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.